അമേരിക്കയിലും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഉണ്ടായ വലിയൊരു മാറ്റമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട്. അത് ബ്രിട്ടനിലും കയറി അടിച്ചു. കാരണം UK റിഫോംസ് പാർട്ടി അവരുടെ വളർച്ചയും അതിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഈ അടുത്ത സമയത്താണ് കീർ സ്റ്റാർമർ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ആ പാർട്ടിയുടെയും ഈ കീർ സ്റ്റാർമറിൻ്റെ പോപ്പുലാരിറ്റി ഏറ്റവും കുറഞ്ഞ രീതിയിലായി. പുതിയ കണക്കുകൾ പുറത്തു വരുന്നു. എന്താണ് കീർ സ്റ്റാർമർ ലേബർ പാർട്ടി അധികാരത്തിൽ കയറിയ ശേഷം 19,000-ൽ പരം ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്നവരും അസൈലം സീക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തവരെ പുറത്താക്കി. എനിക്കറിയത്തില്ല എത്ര കേരളത്തിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിഭയങ്കരമായ രീതിയിലാണ് പുറത്താക്കിയേക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ലേബർ പാർട്ടി MP-മാര് അവരുടെ ഗ്രൂപ്പുകളിലും അവർ വിജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, അതായത് അവിടെയുള്ള ബ്രിട്ടീഷുകാർ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, വരാൻ പോകുന്ന 2025 6 ലക്ഷത്തിലധികം ഇല്ലീഗൽ ഇമിഗ്രൻസും അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ക്രൈം കേസുകളിൽപ്പെട്ട ടർക്കിയിൽ നിന്നും പാകിസ്ഥാനിലുള്ളവരെ പുറത്താക്കും. അതായത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്ന ബ്രിട്ടനിലാണ്. അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രംപുമായിട്ട് സംസാരിച്ചു. അതിനെപ്പറ്റിയും ഈ ലേബർ പാർട്ടി MP-മാർ പറയുന്നുണ്ട്. കാരണം ഗ്ലോബലായിട്ട് ഇത്രയും പേരെ ആൾക്കാരെ മാറ്റുമ്പോൾ, പല ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ മറ്റ് സംഭവങ്ങൾ വരുമ്പോൾ ട്രംപ് പ്രത്യേക ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇവരെ മാറ്റുമ്പോൾ പാകിസ്ഥാനുമായിട്ടും ടർക്കിയുമായിട്ടും മുൻനിരയിൽ നിന്ന് സംസാരിക്കാൻ ട്രംപ് തയ്യാറാണ്. ഈ രാജ്യങ്ങൾ ഇവരെ ഏറ്റെടുത്തേ മതിയാവത്തുള്ളൂ. ആ രാജ്യത്തെ സിറ്റിസൺസ് ആണ്. ഇവരെ പുറത്താക്കണമെന്ന് ട്രംപ് താക്കീത് കൊടുത്തേക്കുക. ഇനി മറ്റൊരു സംഭവം ഇതിനേക്കാളൊക്കെ സീരിയസ് ഇഷ്യൂ ആണ്. അവിടെ സിറ്റിസൺഷിപ്പായിട്ട് ഉള്ള മുസ്ലിങ്ങളായിട്ടുള്ളവർ അവരുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യുന്ന ബില്ല് പാസ്സാക്കാൻ പോവാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ. കാര്യങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് പോകുന്നത്. രാജ്യത്തെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാരിൽ ഒരാളായിട്ടുള്ള മാത്യു സാമുവൽ സാർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് കാണുന്ന സമയത്തും ഇത് കേൾക്കുന്ന സമയത്തും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർമ്മയിലേക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇന്ത്യയിൽ നടന്ന പൗരത്വ ഭേദഗതി ബില്ല് സമരം. ആ ബില്ല് പാർലമെന്റിൽ BJP സർക്കാർ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ പൗരത്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BJP ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണമായിരുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പ്രചരണം, കേരളത്തിൽ അതിശക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നൊരു സമയമുണ്ടായിരുന്നു. ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇദ്ദേഹത്തിന്റെ ഈ മാത്യു സാമുവൽ സാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പച്ചക്കന് മനസ്സിലാക്കാം. ബ്രിട്ടനിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ള നടപടികൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അതിന്റെ ബില്ലാണ് അവിടെ പാസ്സാക്കാൻ പോകുന്നത്. 6 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താക്കും. പിന്നെ അവിടെയുള്ള പൗരത്വം ലഭിച്ചിട്ടുള്ള മുസ്ലിങ്ങളെ കൂടി അവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഭാവിയിൽ പോകും. അതിന്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ പൗരത്വം റദ്ദാക്കുക എന്നുള്ള നടപടി വേണ്ടിയിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ബ്രിട്ടനെ പോലെയുള്ള ഒരു രാജ്യം, നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ +2 ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തയ്യാറാണ്. ബ്രിട്ടനിലേക്കൊക്കെ പല ആളുകളും, നിരവധി വിദ്യാർത്ഥിനികൾ പോകുന്നുണ്ട്. അവിടെ പോയി പഠിക്കുന്നു, പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിനോട് ഒപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളൊരു രാജ്യത്തേക്ക് ഒരുപാട് ആളുകൾ അവിടെ കുടിയേറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ 19,000 ആളുകൾ ഇപ്പോൾ തന്നെ പുറത്താക്കിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാനുള്ള ബ്രിട്ടനെ പ്രകോപിപ്പിക്കുന്ന കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ രീതിയിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു സംശയമുണ്ട്, അവിടെയുള്ള ജിഹാദി ഗ്രൂപ്പുകൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശരിയത്ത് ഫോർ ബ്രിട്ടൻ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ബ്രിട്ടനിൽ ശരിയത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള രീതിയിലേക്കാണ് ഉമ്മാരുടെ പ്രചരണവും പ്രവർത്തനമൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ ഒരു സ്വഭാവ രീതിയൊക്കെ അനുസരിച്ച് അവരെല്ലാവരും ആ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത്
നിൽക്കുന്ന സമയത്ത് തന്നെ ബ്രിട്ടൻ ഓൾറെഡി വലിയ രീതിയിൽ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഡെവലപ്പ് ആവാനുള്ള ഒരു സാഹചര്യമൊന്നും ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല. പക്ഷേ ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ, തർക്കമില്ല. അവിടേക്ക് കുടിയേറിയിരിക്കുന്ന ആളുകൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തെ ഒരു ശരീഅത്ത് നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളാണ് അവിടുത്തെ തീവ്ര ജിഹാദി ഗ്രൂപ്പുകൾ, സുഡാപ്പികൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സാധാരണക്കാരായിട്ട് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി താമസിക്കുന്നവന്മാർ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ പോലും ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സുഡാപ്പികളെ കൊണ്ട് ലോകത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത് ഇസ്ലാമിക സമൂഹത്തിന് തന്നെയാണെന്നതിൽ തർക്കമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, പരസ്യമായിട്ട് സ്ട്രീറ്റുകളിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ ഭീകരന്മാർക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. അവർ നടത്തുന്ന പല പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വലിയ രീതിയിൽ ഇവർ ഘോഷം മുഴക്കിക്കൊണ്ട് ഇവരുടേതായിട്ടുള്ള കുറെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു ഭീകരത സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനൊക്കെ ഇവന്മാർ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഇത് പല ഘട്ടങ്ങളായിട്ട് നടന്നിരിക്കും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കണക്കാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മേൽ ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയാണ്. അവിടുത്തെ MP മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഈ പാർലമെന്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കുന്നതായിട്ട് അവർ ഭരണകൂടത്തിനോട് വലിയ രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ലോകം മുഴുവനും ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ബ്രിട്ടനിൽ ഈ ബില്ല് പാസ്സാക്കുന്ന ഒരു രീതിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ കിടന്ന് കുറെ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഇവർ പറയുന്നത് ഇവരെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള നീക്കമാണ് മോദിയും അമിത്ഷായും നടത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് മതവിഭാഗങ്ങളെ ഇന്ത്യയിലേക്ക് പൗരത്വം കൊടുക്കുന്നതിനായിട്ടൊരു നിയമ സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൗരത്വ ബില്ല് പാസ്സാക്കിയത് തന്നെ. പിന്നെ കൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് ബംഗ്ലാദേശിൽ നിന്നെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയിരിക്കുന്ന അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഇതും നടപ്പിലാക്കേണ്ടത് തന്നെയാണല്ലോ, ഇത് നടപ്പിലാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായ സമയത്ത് ഇവിടെ പ്രതിഷേധിച്ച ആളുകളുടെയൊക്കെ ഒരു സ്വഭാവ രീതിയും അതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലോകം മുഴുവൻ, ഇപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിട്ടനിലായിക്കോട്ടെ അമേരിക്കയിലായിട്ടെ എല്ലാ സ്ഥലങ്ങളിലും ജിഹാദി ഗ്രൂപ്പുകളുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബ്രിട്ടനിലെ ഭരണകൂടം ഇപ്പോൾ ഇതുപോലെ പൗരത്വം പോലും റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്കും ടർക്കിയിലേക്കും യഥാർത്ഥത്തിൽ അവിടെയുള്ള പൗരന്മാരെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുന്നതിനായിട്ടുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എത്രത്തോളം വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങളിലേക്കാണ് ബ്രിട്ടൻ പോലെ ഉള്ളൊരു രാജ്യം പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ജിഹാദി സുഡാപ്പി ഗ്രൂപ്പുകൾ ഇവന്മാര് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വസ്ഥമായിട്ടൊന്ന് ഫുട്ബോൾ പോലും കാണാനായിട്ട് യൂറോപ്പിലെ പല സ്ഥലങ്ങളിൽ, സ്പെയിനിൽ പോലും സാധിക്കുന്നില്ല. അപ്പൊ തന്നെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ ഒരുപാട് ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള ബ്ലാസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ പൊറുതിമുട്ടിട്ട് ജനങ്ങൾ അവിടെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് എതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് അവർക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. കുടിയേറ്റക്കാരായിട്ടുള്ള ഇവന്മാർ അവിടുന്ന് ചവിട്ടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇവർ എളുപ്പത്തിൽ എടുക്കുകയാണ്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ് നമ്മുടെ മാത്യു സാമുവൽ സാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ ക്ലിയർ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിൽ ഒരു സംശയവുമില്ല.